ദളിത് ക്രൈസ്തവർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആനുകൂല്യങ്ങൾ നൽകണമെന്ന ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ ആവശ്യത്തെ ക്രൈസ്തവ നേതാക്കൾ സ്വാഗതം ചെയ്തു. ക്രിസ്തുമതം സ്വീകരിച്ച ദളിതരുടെ ജീവിതം ഇപ്പോഴും ദുഷ്കരമാണെന്നും അതുകൊണ്ട് അവർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആന്ധ്രാപ്രദേശ് സോഷ്യൽ വെൽഫെയർ മിനിസ്റ്റർ മെരുഗു നാഗാർജു പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അവർ ക്രിസ്തുമതത്തിലേക്ക് മാറിയെന്നാലും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദളിത് ക്രൈസ്തവർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് നൽകണമെന്ന് ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷനോട് ആവശ്യപ്പെടുവാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ റീജിയണൽ തെലുങ്ക് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായ ഫാദർ അലോഷ്യസ് എപ്രേം രാജു അലക്സ് സ്വാഗതം ചെയ്തു. മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ കമ്മീഷനാണ് ഇക്കാര്യം പരിഗണിക്കേണ്ടത്. 2022 കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ദളിത് ക്രൈസ്തവർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് പരിഗണന നൽകുന്നതിനെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും പഠിക്കാൻ കമ്മീഷനെ നിയമിച്ചത്.